ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മോൻ്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സ്കൂളിൽ നമ്മളിത് കൊണ്ട് ഇതിൻ്റെ കുറച്ച് രേഖകൾ, അതായത് നമ്മുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് രേഖകളുണ്ട്, ആധാർ അങ്ങനെയൊക്കെയുള്ള രേഖകൾ എനിക്ക് കൊടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു എത്രയും വേഗം തന്നെ എത്തിക്കണം, സ്കൂളിൽ നിന്നുള്ള അപ്ഡേഷൻ അത് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി ഓട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. ഓട്ടോ വരാനായിട്ട് കുറേ താമസിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ അവിടെ നിന്ന സമയത്ത് ഞാൻ ചുമ്മാതെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വയറ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റോഡ് സൈഡിൽ നിന്നപ്പം കണ്ടതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞൊടിഞ്ഞൊട്ട എന്ന് പറയും, ചിലയിടത്ത് ഞൊടിയൻ, ഞൊടിഞ്ഞൊട്ട എന്നൊക്കെ പറയും. ഇതിനൊരുപാട് ഗുണങ്ങളും ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ 200-250 രൂപയ്ക്കൊക്കെയാണ് ഇത് വിൽക്കുന്നത്, ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റിനൊക്കെ. അപ്പോൾ ഇതിന് നല്ല ഗുണങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പച്ചക്കായ തിന്നാൻ കൊള്ളില്ല, പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല ഇരുള മഞ്ഞ കളറിലൊക്കെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ കായ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു പുളിയും ഒരു മധുരവും ചേർന്ന ഒരു ടേസ്റ്റാണ്. ഇതൊക്കെ കൊച്ചിലെയൊക്കെ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞൊടിയൻ അഥവാ ഈ ഞൊടിഞ്ഞൊട്ട, ഇതൊരു മരുന്നും കൂടാണ് കേട്ടോ. ഇത് പല എണ്ണയൊക്കെ കാച്ചുമ്പോഴൊക്കെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓട്ടോ നോക്കിയിരിക്കുകയാണ്. ഞാൻ പോകാനുള്ള ഓട്ടോ വന്ന് ഞാനങ്ങനെ കയറി. ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ചുമ്മാ കുറേ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം. കൊട്ടാരക്കരയിൽ കൂടെ പോകുന്ന ഈ സ്കൂൾ വരെയുള്ള ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഒത്തിരി വലിയ വീഡിയോ ഒന്നും അല്ല ഇത്, ജസ്റ്റ് സ്കൂൾ വരെ പോകണം. പിന്നെ എനിക്ക് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനത് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓട്ടോയിലൊക്കെ കയറി സ്കൂളിലെത്തി. എന്നെപ്പോലെ തന്നെ വേറൊരു പേരൻറ്റും ഉണ്ടായിരുന്നു ഇതുപോലെ ഫോം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ടീച്ചറിൻ്റെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഈ ഫോമൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും വേഗം തന്നെ കൊടുക്കുക. അത് പിന്നെ ഓൺലൈനായി നമുക്ക് ജനസേവന ചെന്നാൽ ചെയ്യാൻ പറ്റും. നല്ലൊരു ഇൻഫോർമേഷനാണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 9ാം ക്ലാസ്സിലെ റിസൾട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. എന്തായാലും അത് അപേക്ഷ കൊടുക്കാനുള്ളവർ ഒക്കെ എത്രയും വേഗം തന്നെ അത് കൊടുക്കുക. അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാൻ അർഹതയുള്ളവരൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക. ഇതൊക്കെ നമ്മുടെ കൊട്ടാരക്കരയിലെ ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ബസാർ, റിയൽ ബസാറൊക്കെ വഴിയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.